ഇന്നത്തെ ടോപ്പിക്ക് എടുക്കാൻ പോകുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ ഡയറി ഫാം ഇൻസ്ട്രക്ഷൻ കോഴ്സിനകത്തും വന്നിട്ടുള്ളതാണ്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഫസ്റ്റ്, എന്താണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്? പലപ്പോഴും നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്രീത്തിങ് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളുള്ളിൽ വരുന്നത് ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഗീവിങ് ഔട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളതാണ്. ഓക്സിജന് മാത്രമല്ല നമ്മൾ എടുക്കുക, അല്ലേ? ടേക്കിംഗ് ഇൻ ഓഫ് എയർ ആണ്, ഓക്സിജൻ റിച്ച് എയർ ആണ്, ആൻഡ് ഗീവിങ് ഔട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ. അങ്ങനെയാണ് ശരിക്കുള്ള ടേം വരിക. ആ ബ്രീത്തിങ്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്, ഒരു സ്റ്റെപ്പ് മാത്രമാണ് ബ്രീത്തിങ്. അപ്പോൾ പല ഓർഗാനിസത്തിൻ്റെ കേസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ആണുള്ളത്. നമുക്ക് ഹ്യൂമൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ലങ്സ് ആണ്, അല്ലേ? പക്ഷേ ലോവർ ആനിമൽസ്, ചെറിയ ജീവികളുടെ കേസിൽ പല തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഓപ്പണിങ്സ് വരെ, ചെറിയ സുഷിരങ്ങൾ, ശരീരത്തിലുള്ള സുഷിരങ്ങൾ വരെ അവർക്ക് ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്, സ്കിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നോക്കിയേ, ജനറൽ ബോഡി സർഫസ്, ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്, നട്ടലില്ലാത്ത, വെർട്ടിബ്രൽ കോളം ഇല്ലാത്ത, ബാക്ക് ബോൺ ഇല്ലാത്ത ഇൻവെർട്ടിബ്രേറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ കേസിൽ, ജീവികളുടെ കേസിൽ അവരുടെ ജനറൽ ബോഡി സർഫസ്, എൻ്റയർ ബോഡി സർഫസ് ആണ് ആക്ട് ആസ് ദ റെസ്പിറേറ്ററി ഓർഗൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ത്വക്ക്, സ്കിന്നാണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കാണുന്ന മണ്ണിരയാണ്, അല്ലേ? മണ്ണിരയുടെ ബോഡി സർഫസ് എപ്പോഴും മോയിസ്റ്റ് ആയിട്ടിരിക്കും, നനവ്, ഈർപ്പമുള്ളതായിട്ടിരിക്കും. അങ്ങനെ ഈർപ്പമുള്ളതാക്കി മാറ്റാൻ കാരണം തന്നെ എന്തുകൊണ്ടാണ്? അവരുടെ റെസ്പിറേറ്ററി മീഡിയം എന്ന് പറയുന്നത് ത്രൂ ദ സ്കിന്നാണ്. സ്കിന്ന് വഴിയാണ് അവർ റെസ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജനറൽ ബോഡി സർഫസ്, ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്, സ്പോഞ്ചസ്, സിലിൻഡ്രേറ്റ്സ്, ഫ്ലാറ്റ് വേംസ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ചെറിയ ഗ്രൂപ്പുകളാണ് ഫ്ലാറ്റ് വേംസ്. ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ നടുക്ക് ബൾജ് ചെയ്ത് കണ്ടാലൊരു നമ്മൾ ടേപ്പൊക്കെ പോലെയൊക്കെയുള്ള ഫ്ലാറ്റ് വേംസ്, ടേപ്പില്ലേ, അളക്കുന്ന, മെഷർമെൻ്റ് അളക്കുന്ന ടേപ്പൊക്കെ പോലെയുള്ള ഫ്ലാറ്റ് വേംസ് ഉണ്ട്. സ്പോഞ്ചസ് ഉണ്ട്. ഫൈലം പോറിഫറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, ആനിമൽ കിങ്ഡത്തിലെ ഫൈലം പോറിഫറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന സ്പോഞ്ചസ്. അതേപോലെ ഫൈലം സിലിൻഡ്രേറ്റ്സ്, നിഡേറിയ എന്ന് പഴയ പേരുള്ള സിലിൻഡ്രേറ്റ്സ്. ഈ ഗ്രൂപ്പിൽ ഫ്ലാറ്റ് വേംസ്, പാരസൈറ്റിക് അഡാപ്റ്റേഷനുള്ള, പാരസൈറ്റിനെ പോലെ നമ്മൾ മറ്റ് ജീവികളെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ഫ്ലാറ്റ് വേംസ്. ഇവരിലെല്ലാം ബോഡി സർഫസാണ് എന്ത് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സർഫസായിട്ട്, അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. സ്കിൻ ഓർ മോയിസ്റ്റ് ക്യൂട്ടിക്കൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അല്ലേ? സ്കിന്ന്, നമ്മുടെ ത്വക്ക്, നമ്മുടെ എന്നല്ല, ഈ ജീവികളുടെ, ഇത് മണ്ണിര, ഇതേപോലുള്ള വേംസ്, റൗണ്ട് വേംസ്, ഫ്ലാറ്റ് വേംസ് അല്ല. എർത്ത് വേംസ്, ലീച്ച്, ആംഫീബിയൻ. ഇതെന്ന് പറയുന്നത് ഈ കൊളയട്ട എന്നൊക്കെ പറയും, കൊളയട്ട, ഹെറിഡിനിയറി, നമ്മുടെ സ്കിന്നിൽ അറ്റാച്ച് ചെയ്തിട്ട് ബ്ലഡ് സക്ക് ചെയ്തെടുക്കും. അപ്പോൾ ആ ബ്ലഡ് ഊറ്റിയെടുക്കാനായിട്ട് അവർക്ക് സക്കേഴ്സ്, ഇങ്ങനെ ക്ലിങ്ങിങ് ആയിട്ടുള്ള, ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പിടിക്കാനുള്ള പോർഷൻസൊക്കെ ഉണ്ട്. ഈ ഫോറസ്റ്റിൽ, കാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉള്ളതാണ്. ഇവർക്ക് ആ ബ്ലഡ് നമ്മൾ പോലും അറിയത്തില്ല, നമ്മളെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവർക്ക് ആ മൗത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കാണുന്ന ഫ്രോഗ്, അല്ലേ? ഈ ഫ്രോഗിൻ്റെ സ്കിന്നും ഈ എർത്ത് വേം, മണ്ണീരയുടെ സ്കിന്നും, ഈ പറഞ്ഞ ലീച്ചിൻ്റെ സ്കിന്നും ഒക്കെ, ത്വക്കിൻ്റെയൊക്കെ പുറമെന്ന് പറഞ്ഞത് മോയിസ്റ്റാണ്, എപ്പോഴും ഈർപ്പം. അങ്ങനെ മോയിസ്റ്റ് സ്കിന്നുള്ളതിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ആ സ്കിന്ന് വഴി, അല്ലെങ്കിൽ ആ ത്വക്ക് വഴി, ആ നനവ് വഴി, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നത്, റെസ്പിറേഷൻ പ്രോസസ്സ്, ബ്രീത്തിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എർത്ത് വേംസ്, ലീച്ച്, ആംഫീബിയൻസ് എക്സെട്ര. അപ്പോൾ സ്കിന്ന് വഴി, ത്വക്ക് വഴി, റെസ്പിറേഷൻ ത്രൂ സ്കിൻ ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അതിന് നമ്മൾ പറയുന്നതാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ത്രൂ സ്കിൻ, അല്ലെങ്കിൽ മോയിസ്റ്റ് സ്കിൻ, മോയിസ്റ്റ് ബോഡി സർഫസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്.
ഇനി ചില ഇൻസെക്ട്സിൻ്റെ കേസിൽ ഉള്ളിൽ ചെറിയ ട്യൂബ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ട്രക്ക് നമുക്കൊരു വിൻഡ് പൈപ്പ് പോലത്തെയാണ് ഉള്ളത് ട്രക്കിയ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള പ്രിമിറ്റീവ് ഫോമായിട്ടുള്ള കുറച്ച് ട്യൂബിലേക്ക് റെസ്പിറേറ്ററി പാത്വേ ഉണ്ട്. അതിനെ ട്രക്കിയൽ ട്യൂബ്സ് എന്ന് പറയാം. ട്രക്കിയൽ ട്യൂബ്സ് വഴിയുള്ള റെസ്പിറേഷൻ കാണിക്കുന്ന ഇൻസെക്ട്സിൽ നോക്കിയ സെൻറ്റിപീഡ്, മില്ലിപീഡ്, സ്പൈഡർ, ഇതിലെല്ലാം താണ്ടേ അവരുടെ ഒരു സെക്ഷൻ കാണിച്ചിട്ട് കണ്ടോ, ഇതിനുള്ളിൽ ഇങ്ങനെ ട്യൂബ് ലൈക്കായിട്ടുള്ള എയർ സാക്സ് ആണ്. അപ്പോൾ ആ രീതിയിലാണ്, ത്രൂ സ്കിന്നല്ല, ഇവരുടെ ആ ട്രക്കിയൽ ട്യൂബ് വഴിയാണ് റെസ്പിറേഷൻ. അപ്പം ഏത് ഭാഗം വഴി അല്ലെങ്കിൽ ഏത് ഓർഗനോ അല്ലെങ്കിൽ ഏത് പാർട്ട് അല്ലെങ്കിൽ ഏത് ഓർഗൻ വഴിയാണ് ഓരോ ജീവനും റെസ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഇൻസെക്ട്സിൻ്റെ കേസിൽ ത്രൂ ട്രക്കിയൽ ട്യൂബ്സ്, റെസ്പിറേഷൻ ത്രൂ ട്രക്കിയൽ ട്യൂബ്സ്. ഗിൽസ് വഴി നമുക്ക് മീനിൻ്റെ കേസ്, മത്സ്യത്തിൻ്റെയൊക്കെ കേസിൽ നമുക്കറിയാം അല്ലേ, ഈ ചെകിള എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ അരിപ്പ പോലെ ഗിൽസ് ഇരിപ്പുണ്ട്, ചുമന്ന അരിപ്പ പോലെ ഗിൽസ്, അതിനെയാണ് ഗിൽസ് എന്ന് പറയുന്നത്. ചീപ്പിൻ്റെയൊക്കെ ഇങ്ങനെ അരിപ്പ പോലെ ഗിൽസ് ഇരിപ്പുണ്ട്, ഗിൽസ്. ഈ ഗിൽസ് വഴി ഉള്ള റെസ്പിറേഷനെ വിളിക്കുന്ന പേരാണ് ബ്രാക്കിയൽ റെസ്പിറേഷൻ. ഗിൽസ് വഴി റെസ്പിറേഷൻ ത്രൂ ഗിൽസ് ഈസ് കോൾഡ് ബ്രാക്കിയൽ റെസ്പിറേഷൻ എന്ന് പറയുന്നു. ബ്രാക്കിയൽ റെസ്പിറേഷൻ നടത്തുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ നോക്കി, ഫിഷസ്, ടാഡ്പോൾസ്, പ്രോൺ. മീന്, ടാഡ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, വാൽമാക്രി അല്ലേ. ഫ്രോഗിൻ്റെ നേരത്തെ നമ്മൾ കണ്ടു സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷൻ, ത്വക്കിൽ കൂടിയുള്ള റെസ്പിറേഷൻ പ്രോസസ്സ് കണ്ടു. ദെൻ ഇപ്പോൾ നമ്മൾ പറയുന്നു ടാഡ്പോൾ, അതിൻ്റെ ജുവനൈൽ ഫോമായ ടാഡ്പോൾ, വാൽമാക്രി എന്ന് പറഞ്ഞ രൂപത്തിൽ ഫിഷ് ലൈക്കാണ് അവരുടെ ബോഡി ഇരിക്കുന്നത്. എന്തിനെ പോലെ, മീനിനെ പോലെയാണ്. അഡൾട്ടായിട്ട് പ്രായപൂർത്തി എത്തി മെച്യൂറായിട്ട് മാറുമ്പോഴാണ് അത് കരയിൽ താമസിക്കത്തോണം രൂപമൊക്കെ ആവും. അന്നേരമാണ് അത് എന്ത് ചെയ്യുന്നത്, സ്കിന്ന് വഴി റെസ്പയർ ചെയ്യും, പിന്നെ നമ്മളെ പോലെ ലെങ്സ് വഴി റെസ്പയർ ചെയ്യും. ഫ്രോഗിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത്, ഗ്യാസ് എക്സ്ചേഞ്ച്. ടാഡ്പോൾ അതിൻ്റെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത്, ഇമ്മച്വർ സ്റ്റേജിൽ ടാഡ്പോളായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ അറിയാം, വെള്ളത്തിലാണ് അല്ലേ, വാൽമാക്രി പോലെ. അപ്പോൾ അതിൽ വാൽമാക്രി ആയിട്ടിരിക്കുന്ന സമയത്ത്, ടാഡ്പോളായിട്ടിരിക്കുന്ന സമയത്ത് ഗിൽസ് വഴി, ഫിഷിനെ പോലെ മീനിനെ പോലെ ഗിൽസ് വഴിയുള്ള റെസ്പിറേഷനും, അത് കഴിഞ്ഞ് അഡൾട്ട് ഫ്രോഗായിട്ട് മാറുമ്പോഴത്തേക്ക് അത് ഉപയോഗിച്ച് തുടങ്ങും, സ്കിന്ന് വഴിയും. അത് തവളയുടെയൊക്കെ സ്കിന്ന് കണ്ടിട്ടില്ലേ, മോയിസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ സ്കിന്ന് വഴിയും റെസ്പയർ ചെയ്ത് തുടങ്ങും. പിന്നെ എന്ത് വഴിയും റെസ്പയർ ചെയ്ത് തുടങ്ങും, ലെങ്സ് വഴിയും ശ്വാസകോശം വഴിയും റെസ്പയർ ചെയ്ത് തുടങ്ങും. അപ്പോൾ നോക്കൂ, ഗിൽസ് വഴിയുള്ള റെസ്പിറേഷൻ, ബ്രാക്കിയൽ റെസ്പിറേഷൻ. നേരത്തെ നമ്മൾ എന്താ കണ്ടത്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷനെ വിളിക്കുന്ന ഒരു ടേം എന്താണ്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഗിൽസ് വഴിയുള്ള റെസ്പിറേഷൻ, ബ്രാക്കിയൽ റെസ്പിറേഷൻ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ, അതിൻ്റെ ഓരോ ടേം, അത് ഏതൊക്കെ കാറ്റഗറി ഓർഗാനിസംസ് ആണ് ആ ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ പെർഫോം ചെയ്യുന്നത്, ഓരോ ജീവികളിൽ ഏത് ടൈപ്പ് റെസ്പിറേറ്ററി ഓർഗനാണുള്ളത്, ആ ഒരു റെസ്പിറേറ്ററി ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന ടേം എന്താണ്, ഇത് മനസ്സിലെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ലെങ്സ്, മനുഷ്യൻ്റെ ഉൾപ്പെടെ മോസ്റ്റ് വെർട്ടിബ്രേറ്റ്സ്, നട്ടലുള്ള ജീവികളിലെല്ലാം റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലെങ്സ് ആണ് അല്ലേ, ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്സ് വഴിയുള്ള റെസ്പിറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി റെസ്പിറേഷൻ. എന്താ വിളിക്കുക, പൾമണറി റെസ്പിറേഷൻ. ലെങ്സുമായിട്ട് എന്ത് പറഞ്ഞാലും കണക്റ്റഡ് ആ ടേം വരുന്നത് പൾമണറി എന്നാണ്. പൾമണറി, ലെങ്സിലോട്ട് ഇംപ്യൂർ ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അശുദ്ധ രക്തത്തെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ വിളിക്കും പൾമണറി ആർട്ടറി എന്ന് പറയും. പൾമണറി ആർട്ടറി, സാധാരണ ആർട്ടറി ശുദ്ധരക്തത്തെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് കൊണ്ടുപോകുന്നതെങ്കിലും പൾമണറി ആർട്ടറിക്ക് നേരെ ഓപ്പോസിറ്റ് ആട്ടാ. പൾമണറി ആർട്ടറി കൊണ്ടുപോകുന്നത് ഇംപ്യൂർ ബ്ലഡിനെയാണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ്. ഓക്സിജൻ കുറവായ ഇംപ്യൂർ ബ്ലഡിനെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് പൾമണറി ആർട്ടറി എവിടേക്ക് കൊണ്ടുപോകുന്നത്, ലെങ്സിലോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ ലെങ്സിൽ ആ ഒരു ആൽവിയോള സ്ഥലത്തിന് നമ്മൾ കാണും, ആൽവിയോള സ്ഥലത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തി അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറി ഓക്സിജനൊക്കെ കയറ്റി അങ്ങനെ എക്സ്ചേഞ്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിന്നെ പറയുന്നു ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നു. ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന, ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന പൾമണറി വെയിൻ ആണ്. വെയിൻ എന്ന് പറയുന്നത് സാധാരണ
ഇമ്പ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതാണ്, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ. പക്ഷേ ഇവിടെ വരുമ്പോൾ പൾമണറി വെയിൻ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുക, ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡാണ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ പൾമണറി വെയിൻ ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ. ലങ്സിൽ ഈ പ്യൂരിഫിക്കേഷൻ നടന്നിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി കൊണ്ടുപോകുന്ന വെസലാണ് പൾമണറി വെയിൻ. നമ്മൾ ഇനിയും അത് കേൾക്കും. ഇപ്പോൾ ഞാനത് പറഞ്ഞത് പൾമണറി എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും ആ വേർഡ് എന്തുമായിട്ട്, ആ പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റഡ് വിത്ത് ലങ്സ്. അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് ബയോളജിക്കൽ ഇല്ലേ. ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാർഡിയാക്ക് എന്നുള്ള പേര് പറയും നമ്മൾ. കാർഡിയാക്ക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്കിനെയൊക്കെ ടേം ഉദ്ദേശിക്കുന്നതാണ്. അതേപോലെ ലങ്സിന് നമ്മളിപ്പം പറഞ്ഞു പൾമണറി. കിഡ്നി, വൃക്കയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് റീനൽ എന്നുള്ളത്. റീനൽ ആർട്ടറി, റീനൽ വെയിൻ, അങ്ങനെ കുറച്ച് ടേംസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലങ്സ് ത്രൂ റെസ്പിറേഷൻ ത്രൂ ലങ്സ് ഈസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ. അപ്പോൾ 3 ടൈപ്പ് റെസ്പിറേഷൻ നമ്മൾ കണ്ടല്ലോ. സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷൻ ത്രൂ സ്കിൻ ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ത്രൂ ഗിൽസ് ഈസ് കോൾഡ് ബ്രാക്കിയൽ റെസ്പിറേഷൻ ത്രൂ ലങ്സ് ഈസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ. അപ്പോൾ ഈ ടേംസ് അറിഞ്ഞിരിക്കുക. അതിൽ വരുന്ന കാറ്റഗറി ഓഫ് ഓർഗാനിസം, ഈ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ പെർഫോം ചെയ്യുന്ന ജീവികളെ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസുകളും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മളിലെ റെസ്പിറേഷൻ എങ്ങനെയാണ്, മനുഷ്യരിലെ റെസ്പിറേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് നോക്കുക. റെസ്പിറേഷൻ നമുക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എയർ നമ്മുടെ നോസ് വഴി കയറുന്നു അല്ലേ. നോസ് വഴി കയറി നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ എയർ ഇങ്ങനെ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കുറേയൊക്കെ ഫീൽ ചെയ്ത് നമ്മുടെ ലങ്സിൽ ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയും അല്ലേ. ഹോൾഡ് ചെയ്ത് അപ്പം നമുക്ക് അൾട്ടിമേറ്റായിട്ട് നമുക്കൊരു കാര്യം അറിയാം, ഈ കയറിപ്പോകുന്ന എയർ മൊത്തം എവിടെയാണ് എത്തുക, ലങ്സിനുള്ളിലാണ് എത്തുക. പിന്നെ എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് എയറിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ലങ്സിനുള്ളിൽ നിന്ന് വായു പോകുന്നു. അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൊണ്ടെങ്കിലും ബേസിക്കായിട്ട് ഈ ഒരു പ്രോസസ്സ് അറിയാം അല്ലേ. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ നേസൽ ക്യാവിറ്റി, ദ നോസ്ട്രിൽസ് ഓപ്പണിങ്സ്, നോസിൻ്റെ ഓപ്പണിങ്സ്. ആ നോസ്ട്രിൽസ് വഴിയാണ്, നേസൽ ഓപ്പണിങ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ എയർ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്ന എയർ, അതെങ്ങനെയാണ് എയർ ഉള്ളിലേക്ക് കയറുന്നതെന്നൊക്കെ നമുക്ക് ആ മെക്കാനിസം എത്തുമ്പോഴത്തേക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കൂ, നേസൽ ക്യാവിറ്റിയിൽ ഈ ഒരു ഓപ്പണിങ്, ആ സുഷിരങ്ങളെയാണ് നമ്മൾ പറയുന്ന നോസ്ട്രിൽസ് എന്ന് പറയുന്നു. ആ എയർ കയറിപ്പോകുന്ന ഈ ഒരു പാത്ത്, മൂക്കിൻ്റെ ആ ഒരു പാസേജ്, ആ ഒരു ഏരിയ, ആ ഒരു റൂട്ട്, അതിന് നമ്മൾ പറയും നേസൽ ക്യാവിറ്റി. അവിടെ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്, ഹെയറുകളുണ്ട്. ഹെയർ ഗ്രോത്ത് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എയർ കയറുമ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് അവിടെ ഉള്ളിലേക്ക് പോയി ഡാമേജ് ചെയ്യാൻ, നമ്മുടെ ഇൻറ്റേർണൽ ഭാഗങ്ങൾ, ഇൻറ്റേർണൽ റെസ്പിറേറ്ററി പാത്വേയെ ഡാമേജ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ പറഞ്ഞ നേസൽ ക്യാവിറ്റിക്കകത്തുള്ള ഈ പറയുന്ന മ്യൂക്കസ് സെക്രീഷൻ. എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ നേസലിലെ ഹെയർ എല്ലാം സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ കൂടുതൽ മ്യൂക്കസ് സെക്രീഷൻസ് നമ്മുടെ മൂക്കിലേക്ക് വരും. ആ പൊടി അല്ലെങ്കിൽ ആ ഒരു അലർജൻ സബ്സ്റ്റൻസിനെ അവിടെ ബ്ലോക്ക് ചെയ്യും. ഉള്ളിലേക്ക് അത് കടന്നു പോകാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മെക്കാനിസമാണത്. ഓക്കെ. അപ്പോൾ നോസ്ട്രിൽസ് വഴി ഇപ്പോൾ എയർ എങ്ങനെയാണ് പോവുക, നോസ്ട്രിൽസ് വഴി നേസൽ ക്യാവിറ്റി പോയി. നേസൽ ക്യാവിറ്റി പോയിട്ട് ഒരു ഫാരിങ്സ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ഫാരിങ്സ് PHARYNX, ഫാരിങ്സ്. ഈ ഫാരിങ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ദ കോമൺ പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ്. നമ്മൾ ഫുഡ് പാത്തേ പഠിക്കുന്ന സമയത്ത് മൗത്ത് വഴി ആഹാരം, ഈസോഫാഗസ്, അവിടെ ഇതെന്ന് പറഞ്ഞില്ല, മൗത്തിന് ഈസോഫാഗസിന് ഇടയ്ക്ക് ആ പറഞ്ഞ ഫാരിങ്സ് റീജിയൻ അവിടെയും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഫാരിങ്സിൻ്റെ ആ ഒരു ഓപ്പണിങ്സ് എന്ന് പറയുന്നത് 2 റൂട്ടും, അതായത് ഫുഡ് പാത്വേയിൽ വരുന്നൊരു ജംഗ്ഷനുമാണ്, എയർ പാത്വേയിൽ വരുന്നൊരു പോയിന്റുമാണ്. അപ്പോൾ അവിടെ ഗ്ലോട്ടിസും എപ്പിഗ്ലോട്ടിസും എന്നൊക്കെ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ട്, അത് നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് ആ റൂട്ട് ഒന്ന് നോക്കാം. എയർ കയറിപ്പോയി എങ്ങനെയാണ് ലങ്സിലേക്ക് എത്തുന്നത്, ആ ഒരു ഓരോ പോയിന്റ് ഓഫ് സ്ഥലങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞത്, നോസ്ട്രിൽ അല്ലേ. നോസ്ട്രില്, നേസൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ് കഴിഞ്ഞെന്താ ലാരിങ്സ്, നമ്മളെ സൗണ്ട് ബോക്സ്, ആനസ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ ലാരിങ്സ് റീജിയൻ, ഇവിടെ വോക്കൽ കോഡ്സ് ഒക്കെ വരുന്ന ലാരിങ്സ് റീജിയൻ. ദെൻ ട്രക്കിയൽ ട്യൂബ്, വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ട്രക്കിയ, വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ട്രക്കിയ.
വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ട്രക്കിയ. ദെൻ അപ്പോൾ ആദ്യം എന്താണ് ഇവിടെ അല്ലേ, നോസ്ട്രില്, നേസൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, ദെൻ ട്രക്കിയ. ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ. ട്രക്കിയയിലേക്ക് എത്തി. ഈ ട്രക്കിയ ട്യൂബ് ഇങ്ങനെ രണ്ട് ലെങ്സിലോട്ട് പോകാനായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രക്കിയോൾസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ട്രക്കിയോൾസ് എന്ന് പറയാം. എന്നിട്ട് അത് എൻ്റർ ചെയ്യുന്നത് ലെങ്സിനുള്ളിലേക്ക്, ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ ഇത് വീണ്ടും കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് പിരിയും. അതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രോങ്കസ് എന്നാ. എന്താ വിളിക്കുക? ബ്രോങ്കസ്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? നോസ്ട്രിൽസ് എയർ, നോസ്ട്രിൽസ് വഴി, നേസൽ ക്യാവിറ്റി വഴി, ദെൻ ഫാരിങ്സ്, കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ ആയ ഫാരിങ്സ് റീജിയൻ പാസ് ചെയ്തു. ലാരിങ്സ് റീജിയൻ, വോയിസ് ബോക്സ് എന്നറിയപ്പെടുന്ന ലാരിങ്സ് റീജിയൻ പാസ് ചെയ്തു. ദെൻ ട്രക്കിയ ട്യൂബ്, വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ട്രക്കിയൽ ട്യൂബ്, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് നമ്മൾ ട്രക്കിയോൾസ് എന്നൊക്കെ പറയാം. ആ ട്രക്കിയോൾസ് ഇനി അടുത്ത പടത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ട്രക്കിയോൾസ് ഇങ്ങനെ വീണ്ടും കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ട്രക്കിയൽ ട്യൂബ്സ് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നു ബ്രോങ്കസ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ബ്രോങ്കസ് ഇങ്ങനെ എൻഡ് ചെയ്യുന്നത് ലെങ്സിനുള്ളിലോട്ടാണ്. അപ്പോൾ ഇത്രയും ഒരു ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലിരിക്കാം. അപ്പോൾ നമുക്കിനി ഓരോ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നോസ്ട്രിൽസ് ജസ്റ്റ് ആ ഓപ്പണിങ്ങിന് മാത്രമാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. നേസൽ ക്യാവിറ്റിയിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ്? മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട്, ഹെയർ ഗ്രോത്ത് ഉണ്ട് അല്ലേ, അത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. ദെൻ ഫാരിങ്സ് റീജിയൻ, അവിടെ കുറച്ച് കാര്യം പറഞ്ഞു. ഫാരിങ്സ് റീജിയൻ ഞാൻ പറഞ്ഞ എന്താ? ഫുഡ് പ്ലസ് എയർ പോകുന്ന ഒരു കോമൺ ജംഗ്ഷനാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഫാരിങ്സിൽ ആ ഒരു ജംഗ്ഷൻ ഇങ്ങനെ, ഇതിപ്പോൾ ഫാരിങ്സ് റീജിയൻ ആണ്. ഇത് ഫുഡിലോട്ട് പോകുന്ന ഈസോഫാഗസിൻ്റെ ട്യൂബും ഇത് വളരെ നാരോ ആയിട്ടുള്ള എയർ ട്യൂബ്, ട്രക്കിയൽ ട്യൂബും ആണെന്നിരിക്കട്ടെ. ഈ ഒരു പോയിന്റിൽ കൂടെ ഫുഡാണ് വരുന്നത്. ഫുഡിൻ്റെ ബിറ്റ്സ് നമ്മൾ വായ്ക്കകത്ത് വെച്ച് പല്ലുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി, ഫുഡ്സിനെ ചെറിയ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി, അങ്ങനെയുള്ള ഫുഡ് ബിറ്റ്സ് ആണ് വരുന്നതെങ്കിൽ, ആഹാരമാണ് വരുന്നതെങ്കിൽ, ഈ ഫുഡ് പൈപ്പിൻ്റെ ട്രക്കിയ ട്യൂബ് എയർ പോകുന്നത് ഇങ്ങോട്ടല്ലേ, ആ ഒരു ജംഗ്ഷനിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്നു ഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നു. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്നു എന്താ? ഗ്ലോട്ടിസ്. GLOTTIS, ഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഫുഡ് ബിറ്റ്സ് ഈ എയർ ട്യൂബ് അല്ലെങ്കിൽ ഈ ട്രക്കിയൽ ട്യൂബ്, ട്രക്കിയയുടെ ഈ ഒരു പാത്വേയിലോട്ട് എൻ്റർ ആവുകയാണെങ്കിൽ എത്ര ചെറിയ കഷ്ണമാണെന്ന് പറഞ്ഞാൽ അത് നാരോ ട്യൂബാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പാർട്ടിക്കിൾസ് മതി എന്ത് ചെയ്യാൻ? അതവിടെ ബ്ലോക്ക് ആവാൻ. അങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ലങ്സിലോട്ടുള്ള എയർ സപ്ലൈ നിൽക്കാൻ നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ചുമക്കും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ബ്രെയിന് പറയുന്നുണ്ട് ഇത് ആഹാരത്തിൻ്റെ വസ്തുക്കളാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിനെ ഒരടപ്പ് കൊണ്ട് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു. ഗ്ലോട്ടിസിൻ്റെ ഒരടപ്പാണ് എന്താ അതിനെ പറയുന്നത്? എപ്പിഗ്ലോട്ടിസ്. EPIGLOTTIS. എന്താ പറയുക അതിനെ? എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ അടപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നു? അടയ്ക്കുന്നു. അങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ ഫുഡ് ബിറ്റ്സ് എന്ത് ചെയ്യത്തില്ല? നമ്മുടെ എയർ ട്യൂബിലോട്ട്, ട്രക്കിയൽ ട്യൂബിലോട്ട് എൻ്റർ ചെയ്യത്തില്ല, നമ്മുടെ ഫുഡ് പൈപ്പിലോട്ട് മാത്രം എൻ്റർ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമ്മൾ സേഫാണ്. ഇനി ഇവിടെ ഫുഡ് ബിറ്റ്സ് അല്ല വരുന്നത് എയർ ആണ് വരുന്നതെങ്കിൽ പ്രശ്നമില്ല. ഈ ഗ്ലോട്ടിസ് ഓപ്പൺ ആയിട്ടിരുന്നാലും പ്രശ്നമില്ല, എയർ രണ്ട് സ്ഥലത്തൂടെയും പോവാം അല്ലേ. ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്താ? ആഹാരം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് അല്ലേ. ഇപ്പം പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ചുമക്കത്തില്ലേ? ചില സമയത്ത് ചുമയ്ക്കും അല്ലേ. അതെന്തിനാ ആ ചുമ വരുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ സംസാരം എന്ന് പറഞ്ഞ പ്രോസസ്സ് എയറിൻ്റെ മൂവ്മെൻ്റ് അല്ലേ, അപ്പോൾ ഈ ലാരിങ്സ് റീജിയന് ഫാരിങ്സ് റീജിയന് കൂടെ എയർ വരുന്നത്. അതേസമയം നമ്മൾ ആഹാരം എടുത്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ എയർ വരികയാണെങ്കിൽ ഗ്ലോട്ടിസ് എപ്പോഴും
ഗ്ലോട്ടീസ് എന്ത് ചെയ്ത് വെച്ചേക്കും? തുറന്ന് വെച്ചേക്കും. ഗ്ലോട്ടീസ് എപ്പോഴും എന്ത് ചെയ്ത് വെച്ചേക്കും? ഓപ്പൺ കണ്ടീഷനിലിരിക്കും. അപ്പോൾ എയർ വരുന്ന സമയത്ത് നമ്മൾ ആഹാരവും കൂടെ കഴിക്കുവാണെങ്കിൽ ആ ആഹാരത്തിൻ്റെ ബിറ്റ്സ് കഷ്ണങ്ങൾ എങ്ങോട്ടേക്ക് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്? നമ്മുടെ ഫുഡ് പൈപ്പിലോ ട്രക്കിയൽ ട്യൂബിലോട്ട് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ട്രക്കിയൽ ട്യൂബ് ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് സഫക്കേഷൻ വരും. നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ സ്റ്റാർട്ടർ ചോക്കിങ്, നമ്മൾ ചുമയ്ക്കാൻ തുടങ്ങും ഇല്ലേ? അപ്പോൾ ചുമയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപയോഗിക്കുന്ന മെക്കാനിസം ആ എയറിനെ ശക്തിയായിട്ട് പുറന്തള്ളും. അപ്പോൾ നമ്മൾ ശക്തിക്ക് ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കഴിച്ച ആഹാരത്തിൻ്റെ ബിറ്റ്സ് നമ്മുടെ വായിലേക്ക് തന്നെ വരും അല്ലെ, തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ വി ആർ സേഫ്. അതല്ല കണ്ടിന്യൂസ് ചുമച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോഴേ എന്ത് ചെയ്യുക? ഫസ്റ്റ് എയ്ഡ് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത്രയും സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഫാരിങ്സ് റീജിയനിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അപ്പോൾ ആഹാരമാണ് വരുന്നതെങ്കിൽ ആ ഫാരിങ്സ് റീജിയനിലെ എയർ ട്യൂബിൻ്റെ അവിടുത്തെ ഗ്ലോട്ടീസ് ഓപ്പൺ, ഗ്ലോട്ടീസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. ആഹാരം വന്നിട്ടുണ്ടെങ്കിൽ ട്രക്കിയൽ ട്യൂബ്സിൻ്റെ ഓപ്പണിങ് എന്താണ്? ഫാരിങ്സ് ജംഗ്ഷനിലുള്ള ട്രക്കിയൽ ട്യൂബിൻ്റെ ഓപ്പണിങ് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. എയർ ആണ് വരുന്നതെങ്കിൽ ഗ്ലോട്ടീസ് ഈസ് ഓപ്പൺ. ഗ്ലോട്ടീസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കും. ഗ്ലോട്ടീസിൻ്റെ അടപ്പാണെന്ത്? എപ്പിഗ്ലോട്ടിസ്. എപ്പി എന്ന് പറഞ്ഞാൽ പുറത്ത്, ഗ്ലോട്ടിസിൻ്റെ പുറത്തുള്ള അടപ്പ്, ആ മസ്കുലർ മാംസം കൊണ്ടുള്ള ഒരു അടപ്പാണ് എപ്പിഗ്ലോട്ടിസ്. അത്തരം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും കൂടെ നോക്കൂ. റൂട്ട് നോസ്ട്രിൽസ്, എയർ എവിടെ പോകുന്നു? നേസൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, ദെൻ ലാരിങ്സ്. ലാരിങ്സിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ലാരിങ്സ് ഇനി അടുത്ത ഫിഗറിലൊക്കെ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ അത് പറയാം. അപ്പോൾ അടുത്ത ഫിഗർ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലായി വരും. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാ ഈ ലാരിങ്സ് എന്ന് പറയുന്ന ലാരിങ്സ്, LARYNX, ലാരിങ്സ് എന്ന് പറയുന്ന വോയിസ് ബോക്സ് എന്നൊക്കെ പറയും. അവിടെ നമ്മുടെ വോക്കൽ കോഡ്സ്, കാർട്ടിലേജ്, സോഫ്റ്റ് ബോൺ, അതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. കാർട്ടിലേജ് റിങ്സ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കമ്പികൾ, നമ്മൾ തമ്പുരു, വീണയുടെയൊക്കെ എന്താ പറയുക സ്ട്രിങ്സ് പോലെ കാർട്ടിലേജ് റിങ്സ് ഇങ്ങനെ കൊണ്ടുള്ള കോഡുകളുണ്ട്. അതിലിങ്ങനെ നമ്മൾ ഇതുവഴി കയറുന്ന എയർ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാരിങ്സിനെ സൗണ്ട് ബോക്സ്, വോയിസ് ബോക്സ് എന്നൊക്കെയും പറയാറുണ്ട്. സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. കാർട്ടിലേജിൻ്റെ കോഡ്സ് ഉണ്ട് ഇവിടെ, കാർട്ടിലേജ് കോഡ്സ്. ഓക്കെ, അപ്പോൾ ലാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ട്രക്കിയ എന്താണെന്ന് അറിയപ്പെടുന്നേ? വിൻഡ് പൈപ്പ്. ട്രക്കിയ എന്തെന്ന് അറിയപ്പെടുന്നത്? വിൻഡ് പൈപ്പ് എന്നറിയപ്പെടും, വിൻഡ് പൈപ്പ്, ട്രക്കിയ. ഈ ട്രക്കിയ ട്യൂബ്സിൽ നോക്കുവാണെങ്കിലും അവിടെ സി ഷേപ്ഡ് ആയിട്ടുള്ള, ഇങ്ങനെ കംപ്ലീറ്റ് അല്ല, നമ്മളൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് അല്ലേ, അങ്ങനെയല്ല, ഇങ്ങനെ സി ഷേപ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ കാർട്ടിലേജ്, ഇത് നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ബോണിൻ്റെ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ റിങ്സ് ഉണ്ട്. അതൊരു മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു കുഴലാണ് ഈ പറഞ്ഞ ട്രക്കിയ ട്യൂബ്. അതിന് കൃത്യമായിട്ട് ആ കുഴലിന് ആ ഒരു ഡയമെൻഷനിൽ ഇങ്ങനെ പിടിച്ച് അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിന് പുറമേ പകുതി സി ഷേപ്ഡ്, ആൽഫബറ്റിലെ സി ഷേപ്ഡായിട്ട് കാർട്ടിലേജിൻ്റെ ഇങ്ങനെ റിങ്സുകളുണ്ട്, ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എയർ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വിൻഡ് പൈപ്പ് ട്രക്കിയ ട്യൂബ് ഇങ്ങനെ വികസിച്ച് നിൽക്കും അല്ലേ. എയർ ഇല്ലാന്നുണ്ടെങ്കിലോ ഇതിങ്ങനെ ഒട്ടിപ്പോവും. അങ്ങനെ കൊളാപ്സ് ആവാതിരിക്കാൻ എയറിൻ്റെ ആബ്സെൻസിലും നമ്മുടെ ട്രക്കിയൽ ട്യൂബ്, വിൻഡ് പൈപ്പ്, ട്രക്കിയൽ ട്യൂബ് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രത്യേക ഡയമെൻഷനിൽ തന്നെ എന്ത് ചെയ്യുക, ആ ട്രക്കിയൽ ട്യൂബിനെ ഇങ്ങനെ എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് നിർത്തുക. അതാണ് ഈ പറഞ്ഞ സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജ് റിങ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ ആ ട്രക്കിയ എന്തായിട്ട് ചെയ്യുന്നു? 2 ലെങ്സിലോട്ടും എൻ്റർ ചെയ്യുന്നു. ട്രക്കിയ ഡിവൈഡ് ചെയ്ത ട്രക്യൂൾസ് ആയിട്ട് എൻ്റർ ചെയ്യുന്നു. ഇനി അത് ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് പറയുന്നത് എന്താണ് പറയുന്നത്? ബ്രോങ്കസ്. ഇതിങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ വീണ്ടും ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രാഞ്ച് ട്യൂബ്സ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പായിട്ട് പോകുന്നുണ്ട് ഈ ബ്രോങ്കസിൻ്റെ ട്യൂബ്സ്. അതിന് നമ്മൾ പറയും ബ്രോങ്ക്യൂൾസ് എന്ന് പറയും. ബ്രോങ്ക്യൂൾസ് എന്താ പറയുക? ബ്രോങ്ക്യൂൾസ്. ബ്രോങ്കസിൻ്റെ ചെറിയ
ട്യൂബ്യൂൾസിനെ നമ്മൾ പറയും ബ്രോങ്ക്യൂൾസ്. ബ്രോങ്ക്യൂൾസ് എന്ന് പറയും, ബ്രോങ്ക്യൂൾസ്. ഈ ബ്രോങ്ക്യൂൾസ് ട്യൂബ്സിലോട്ട് എൻ്ററായി. ഈ ബ്രോങ്ക്യൂൾസ് ട്യൂബ്സിൻ്റെ എൻഡിങ്ങിലെ ഇങ്ങനെ നമുക്ക് മുന്തിരിക്കൊല പോലെ ഗ്രേപ്പ് ലൈക്ക് ആയിട്ടുള്ള സാക്ക് ലൈക്ക് കുഞ്ഞി സ്ട്രക്ചറുകൾ, ഇങ്ങനെ അറകൾ പോലെ സാക്സുകളുണ്ട്. കാണുമ്പോൾ മുന്തിരിയുടെ കൊല പോലെ ഗ്രേപ്പ് ലൈക്ക് ആയിട്ടുള്ള സാക്ക് സ്ട്രക്ചറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽവിയോളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൽവിയോളെ. പ്ലൂറലാണ് ആൽവിയോളെ. ഒരെണ്ണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ആൽവിയോളസ് എന്ന് പറയാം. ആൽവിയോളസ്. അവിടം വരെ ഈ കയറിയ എയർ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് ഇൻസ്പിറേഷൻ സമയത്ത് കയറിയ എയർ അവിടം വരെ അപ് ടു ദ ആൽവിയോളൈ വരെ പോവും. ആൽവിയോളയിൽ എത്തുമ്പോഴാണ് ഈ ഇൻഹെയിൽ ചെയ്തെടുത്ത എയറിൽ നിന്ന് ഓക്സിജനെ മാത്രം ബ്ലഡിലോട്ട് കടത്തിവിടും. ദെൻ ബാക്കിയുള്ള അൺവാണ്ടഡ് ഗ്യാസസ് പിന്നെ ബ്ലഡിൽ നിന്ന് തിരിച്ചുള്ള കാർബൺ ഡൈഓക്സൈഡ് എല്ലാം തിരിച്ചു കൊടുത്തു വിടുന്നു. അപ്പം ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തും. സൈറ്റ് ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽവിയോളസ് ആണ്. സൈറ്റ് ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാൽ ലങ്സിലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച്, കാർബൺ ഡൈഓക്സൈഡിനെ ഓക്സിജനെ വേർതിരിക്കുന്നത് ഏതൊരു പോയിന്റിൽ എത്തുമ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലങ്സിനുള്ളിൽ വെച്ചിട്ട് ഏതൊരു സ്ഥലത്ത് വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ആൽവിയോളസ് എന്ന് പറയും. ആൽവിയോളസ്. പ്ലൂറൽ ആണെങ്കിൽ ആൽവിയോള എന്ന് പറയും. ഓക്കെ. അപ്പോൾ ആ റൂട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേ. നോസ്ട്രിൽ എയർ എങ്ങനെയാ പോയേ? നോസ്ട്രില്, നേസൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, ലാരിങ്സ്, ദെൻ ട്രക്കിയ, ബ്രോങ്കെ, ദെൻ ബ്രോങ്കെ, എൻ്റെ വിത്ത് സാക്ലൈസ് സ്ട്രക്ചർ ആൽവിയോളെ. ഇതാണ് ആ റൂട്ട്. അപ്പോൾ ഈ റൂട്ടിന് നമുക്ക് ഇതായിട്ട് നമുക്ക് പറയാം, രണ്ട് ഭാഗങ്ങളായിട്ട്, പ്രധാനമായിട്ട് രണ്ടായിട്ട് അങ്ങ് തിരിക്കുക. ഇത്രയും പറഞ്ഞ പാസേജിന് തന്നെ രണ്ട് സെക്ഷനായിട്ട് അങ്ങ് നമുക്ക് പറയാം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എയർ കടന്നു പോകുന്ന ആ പാസേജും പിന്നെ ലങ്സിന് സെപ്പറേറ്റ് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ. നേരത്തെ കണ്ട ആ ഒരു ഫിഗർ തന്നെ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടം വരെയാ? ഇറ്റ് ട്രാൻസ്പോർട്ട് നമ്മുടെ നോസ്ട്രിൽ തൊട്ട് നമ്മുടെ ആൽവിയോളെ, ലങ്സിനുള്ളിൽ ആൽവിയോളെ വരുന്ന ഭാഗം അല്ലേ, ആൽവിയോളെ കണ്ടക്റ്റിംഗ് പാർട്ട്. ഈ ആൽവിയോളയിൽ വരെ എത്തുന്ന അറ്റ്മോസ്ഫിയറിക് എയറിനെ ആൽവിയോളെ, ലങ്സിന് ശ്വാസകോശത്തിനകത്തുള്ള ആൽവിയോളസ് അല്ലെങ്കിൽ ആൽവിയോളെ വരെ എത്തുന്ന ആ ഒരു റൂട്ടിനെ നമ്മൾ പറയുന്നത് കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയും. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കണ്ടക്റ്റിംഗ് പാർട്ട് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് നമ്മൾ കയറുന്ന ഈ ഇൻഹെയിൽ ചെയ്തെടുക്കുന്ന എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും ഒരു വിധമുള്ള. അപ്പോൾ ആ ഡസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത എന്തിനേയും നമ്മൾ എന്തെന്ന് പറയും? ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറയും. അപ്പോൾ ആ ഫോറിൻ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. അവിടെ വെച്ച് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞു നേസൽ ക്യാവിറ്റിയിൽ മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട് അല്ലേ, വഴുവഴുത്ത മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട്. പിന്നെ ഹെയറിൻ്റെ ഗ്രോത്ത് ഉണ്ട്. അത് ചിലർക്ക് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അപ്പോൾ ആ ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യാൻ ഉള്ളിലോട്ട് കടന്നു പോയി നമ്മുടെ ലങ്സും അത്രയും വൈറ്റലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ എന്ത് ചെയ്യരുത്? ഡാമേജ് ആവരുത് എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ ഈ കണ്ടക്റ്റിംഗ് പാർട്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്ത് വിടും. It humidifies and brings the air the body temperature. Brings the air to body temperature. അതായത് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഇൻഹെയിൽ ചെയ്തെടുക്കുന്ന എയറിന് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും അല്ലേ, ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഈർപ്പം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള എയർ ആണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ബോഡിക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചർ, ശരീരത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് ബാലൻസ് ചെയ്യിപ്പിച്ചെടുക്കും. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണോ അതുമായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന എയറിൻ്റെ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റാണ്, ഈർപ്പം. അപ്പം ആ ഹ്യൂമിഡിറ്റി നമ്മൾ ഇൻഹെയിൽ ചെയ്തെടുത്ത എയറിലെ ഹ്യൂമിഡിറ്റി എത്ര ഉണ്ടോ അതേപോലെ നമ്മളെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണോ അതുമായിട്ട് ബാലൻസ് ചെയ്ത് ആ എയറിൻ്റെ ഹ്യൂമിഡിറ്റിയൊക്കെ ബാലൻസ് ചെയ്തൊക്കെ പോകുന്നത് ഏത് റൂട്ടിലെത്തുമ്പോഴാണ്? കണ്ടക്റ്റിംഗ് പാർട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങളിൽ സ്ട്രെസ് ചെയ്യുന്ന
ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക. നമ്മൾ പ്രോസസ്സ് എപ്പോഴും കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട. പിന്നെ എവിടെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ആ ഓർഗാനിസത്തിൻ്റെ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ്, അത് കാണിക്കുന്ന ജീവികൾ ഏതൊക്കെ, അത് പഠിക്കാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ റൂട്ട് മനസ്സിലാക്കി വെക്കുക. അവിടെ ഫാരിങ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ്, ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അത് എപ്പോഴാണ് അടയ്ക്കുന്നതും തുറക്കുന്നതും, എയർ വരുമ്പോഴാണോ ഫുഡ് വരുമ്പോഴാണോ. ദെൻ ലാരിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു ഇല്ലേ. ദെൻ ആൽവിയോളൈ, സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്, അങ്ങനെ വരുന്ന സ്ഥലങ്ങളെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പക്ഷേ ഈ മെക്കാനിസവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുക. ഹ്യൂമൻ എയർ പാസേജ് എക്സ്റ്റേണൽ നോസ്ട്രിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ നോസ്ട്രിൽ നേസൽ പാസേജ് നേസൽ ചേംബർ, അതായത് നേസൽ ക്യാവിറ്റി, ഇത്ര ഒരു റീജനാണ് നേസൽ ക്യാവിറ്റി. നാസോ ഫാരിങ്സ്, ഞാൻ ഫാരിങ്സിനെ നാസോ ഫാരിങ്സ് എന്ന് ഇവിടെ പറയാൻ കാരണം എന്താ, ഫാരിങ്സ് കോമൺ ജംഗ്ഷനാന്ന് പറഞ്ഞില്ലേ, ഫുഡും എയറും പോകുന്ന കോമൺ ജംഗ്ഷനാണ് ഫാരിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എയറിൻ്റെ ആ ഒരു റൂട്ട്, എയർ പാസ് ചെയ്ത് പോകുന്ന ഫാരിങ്സിയൽ റീജിയനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാസോ ഫാരിങ്സ് എന്ന് പറഞ്ഞു. നാസോ ഫാരിങ്സ്, മറ്റേത് ഓറോ ഫാരിങ്സ് എന്നൊക്കെ നമുക്ക് തിരിച്ച് പറയാം. ഗ്ലോട്ടിസിൻ്റെ ഓപ്പണിങ് വഴി ലാരിങ്സ്, സൗണ്ട് ബോക്സ് എന്ന് പറഞ്ഞ ലാരിങ്സ് വഴി ട്രക്കേ ട്യൂബ് വഴി എൻ്റർ ആവുന്നു. ട്രക്കേ ട്യൂബ് പ്രൈമറി ബ്രോങ്കി, അതായത് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന ബ്രാഞ്ചിനെ നമുക്ക് എന്ത് പറയാം, അതായത് പ്രൈമറി ബ്രോങ്കി എന്ന് പറയാം. ആ പ്രൈമറി ബ്രോങ്കി ഇതാ കണ്ടോ, ബ്രോങ്കസ്. ഇത് ട്രക്കിയ ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ഡിവിഷനെ നമ്മൾ എന്ത് പറയുന്നു, പ്രൈമറി ബ്രോങ്കസ്. അത് ഒരെണ്ണത്തിന് പറയുമ്പോഴാണ്, രണ്ട് ട്യൂബിനെയും കൂടെ ചേർത്തിട്ടാണെങ്കിൽ പ്രൈമറി ബ്രോങ്ക്യോൾ എന്ന് പറയുന്നു, ദെൻ സെക്കൻഡറി ഷോർട്ടാക്കി എഴുതിയൊക്കെയാണ് സെക്കൻഡറി ബ്രോങ്കി. അതായത് പ്രൈമറി ബ്രോങ്കി പിന്നെ ഡിവൈഡ് ചെയ്ത് പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, സെക്കൻഡറി ബ്രോങ്കസ് അല്ലെങ്കിൽ സെക്കൻഡറി ബ്രോങ്കിയോൾ എന്ന് പറയും. സെക്കൻഡറി ബ്രോങ്കസ് അല്ലെങ്കിൽ സെക്കൻഡറി ബ്രോങ്കിയോൾസ് എന്ന് പറയും. ഈ സെക്കൻഡറി ബ്രോങ്കിയോൾസ് വീണ്ടും ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ചെറിയ ശാഖകളായിട്ട് പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനെ ടെറിഷറി ബ്രോങ്കസ് അല്ലെങ്കിൽ ടെറിഷറി ബ്രോങ്കസ്, ഒരെണ്ണത്തിനാണെങ്കിൽ ടെറിഷറി ബ്രോങ്കേസ് അല്ലെങ്കിൽ ബ്രോങ്ക്യോൾസ് എന്ന് പറയും. ഈ ബ്രോങ്ക്യോൾസ് എല്ലാം എൻഡ് ചെയ്യുന്ന ടെർമിനൽ ബ്രോങ്ക്യോൾസ്, ഏറ്റവും അറ്റത്തെ ബ്രാഞ്ചിങ്, ഏറ്റവും ടിപ്രേഷൻ, ടെർമിനൽ ബ്രോങ്ക്യോൾസ് എൻഡ് ചെയ്തതാ കണ്ടോ. ആൽവിയോളെ ഞാൻ പറഞ്ഞു, മുന്തിരിക്കൊല പോലത്തെ സ്ട്രക്ചർ അല്ലേ, ഇങ്ങനെ സാക്കിലേക്ക് കണ്ടോ ഓരോ ബൾജ് ഔട്ട് ചെയ്തിട്ട് കാണുന്നേ. അപ്പോൾ ഇതിനാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആൽവിയോളസ് അല്ലെങ്കിൽ ആൽവിയോളർ ഡക്റ്റ് വന്ന് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൽവിയോളസിലേക്ക് അല്ലേ. ഈച്ച് terminal bronchiole gives rise to many thin and vascularized alveoli എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ആൽവിയോള ഈ ഓരോ ആൽവിയോളയ്ക്ക് ചുറ്റും നമ്മുടെ ബ്ലഡ് വെസൽസ് വന്ന് സറൗണ്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, അത് പറയാം. അപ്പോൾ ആൽവിയോള സൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലായല്ലോ, ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. ഹൈലി വാസ്കുലർ സപ്ലൈ, ബ്ലഡ് വെസൽസ് വന്ന് ബൗണ്ട് ചെയ്ത് ഓരോ ആൽവിയോളാർ ഡക്റ്റിനെ സറൗണ്ട് ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് വന്നിരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കും. നോക്കാം നമുക്ക്. നോക്കി ലാരിങ്സ് റീജിയൻ കണ്ടോ, ലാരിങ്സ് സൗണ്ട് ബോക്സ് ഇങ്ങനെ ഇരിക്കുക. സൗണ്ട് ബോക്സ് നിങ്ങൾ പടം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഉള്ളിൽ ഇങ്ങനെയാണ് നമ്മുടെ സൗണ്ട് ബോക്സ്, ഇങ്ങനെയാണ് സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് കുറച്ച് കാർട്ടിലേജിനസ് വോക്കൽ കോഡ്സ്, കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്, കാർട്ടിലേജസ് റിങ്സ് ഉണ്ട്. പിന്നെ നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് ഗ്ലോട്ടിസ് എന്ത് ചെയ്തിരിക്കുക, ഗ്ലോട്ടിസ് ഈസ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഹാരം കഴിക്കുന്നത്, സ്വോളോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ പോകുമ്പോൾ സ്വോളോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആഹാരം കഴിക്കുമ്പോഴാണ് സ്വോളോയിങ്. ഇതിന് വേറൊരു ടേം ഉണ്ട്, ചിലപ്പം അവർ ഈ ഡെഗ്ലൂട്ടേഷൻ എന്നൊക്കെ പറയും. ഡെഗ്ലൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വോളോയിങ് തന്നെയാണ് കേട്ടോ. ഡെഗ്ലൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വോളോയിങ് തന്നെയാണ്.
അപ്പം ഈ സോളോയിങ് നടക്കുന്ന സമയത്ത് ഗ്ലോട്ടിസ് ലാരിങ്സിൻ്റെ ആ ജംഗ്ഷനിലിരിക്കുന്ന ഗ്ലോട്ടിസ് എന്ത് ചെയ്യും ഓപ്പൺ എന്ത് ചെയ്ത് ക്ലോസ് ആവും അല്ലേ? ഏത് വെച്ചിട്ട്? എപ്പിഗ്ലോട്ടിസ് വെച്ചിട്ട് ക്ലോസ് ആവും. അപ്പം ലാരിങ്സ് പോർഷനിലോട്ടാണ് ആ ഓപ്പണിങ് ഇരിക്കുന്നത്. ഫാരിങ്സ് കഴിഞ്ഞാൽ ലാരിങ്സ് ആ ഒരു ജംഗ്ഷനിലാണ് ആ ഒരു ഓപ്പണിങ് ഇരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ലാരിങ്സ്. ഫുഡിൻ്റെ ബിറ്റ്സ് ലാരിങ്സിലോട്ട് എൻ്റർ ആവാതിരിക്കാൻ, നമ്മൾ എയർ ട്യൂബിലോട്ട് എൻ്റർ ആവാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ഗ്ലോട്ടിസിൻ്റെ ഓപ്പണിങ്ങിനെ എന്ത് വെച്ച് അടയ്ക്കുക? എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഒരു മസ്കുലർ ഫ്ലാപ്പ് കൊണ്ട്, കാർട്ടിലേജിനസ് ഫ്ലാപ്പ് കൊണ്ട് അടയ്ക്കുക അല്ലേ? ദെൻ അത് അടുത്ത ലാരിങ്സിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ട്രക്കിയ വീണ്ടും ഡിവൈഡ് ചെയ്തു. ബ്രോങ്കൈ, പ്രൈമറി ബ്രോങ്ക്യോൾ, സെക്കൻഡറി ബ്രോങ്ക്യോൾ, ടെറിഷറി ബ്രോങ്ക്യോൾസ്, അതെല്ലാം എൻഡ് ചെയ്ത് ടെർമിനൽ ബ്രോങ്ക്യോൾസ്, അതിൻ്റെ അറ്റത്ത് കുഞ്ഞു കുഞ്ഞു മുന്തിരിക്കൊല പോലെ ആൽവിയോളാർ സാക്കുകളും കണ്ടു. ഇനി നമ്മുടെ ശ്വാസകോശം ലങ്സിനെ പറ്റി നോക്കുവാണെങ്കിലേ, ലെങ്സ് നമുക്കറിയാം, രണ്ട് സൈഡിലായിട്ട് ഒരു ജോഡി ലെങ്സ് ശ്വാസകോശം നമുക്ക് ഇരിപ്പുണ്ട് അല്ലേ? ലെങ്സ് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ഇനി നമ്മൾ പറയും തൊറാസിക് ചേംബർ എന്ന് പറയും. തൊറാസിക് ചേംബർ, നമ്മുടെ ഉള്ളിൽ ലെങ്സ് ഇരിക്കുന്ന ആ ഒരു ഉള്ളിലെ ആ ഒരു ഏരിയ, അതിനെ നമ്മൾ പറയുന്നത് തൊറാസിക് ചേംബർ. എന്നിട്ട് താഴെ ഈ ലെങ്സിൻ്റെ താഴെ ഇങ്ങനെ ഒരു മസ്കുലർ ആർച്ച് ഷേപ്പ്, ഡീം ഷേപ്ഡ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ളതാ ഈ ഡയഫ്രം എന്ന് പറഞ്ഞൊരു, ഈ ആർച്ചൊക്കെ വെച്ചേക്കുന്ന പോലെ ഡോം ഷേപ്ഡ് ആർച്ച് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡയഫ്രം എന്ന് പറഞ്ഞൊരു മസിൽ. അതിന് മേളിലായിട്ട് അതിലിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്, അതിൽ നമ്മൾ കസേരയിട്ടിരിക്കുന്ന പോലെ ഈ ഡയഫ്രത്തിൻ്റെ മേളിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ലെങ്സ് ഇരിക്കുന്നത്. അപ്പം റൈറ്റ് ലെങ്സും ഉണ്ട്, ലെഫ്റ്റ് ലെങ്സും ഉണ്ട്. റൈറ്റ് ലെങ്സ് കുറച്ച് ലെഫ്റ്റ് ലെങ്സിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലാണ്, വലതുവശത്തെ എന്താ പറയുക ലെങ്സ്. ഇനി ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ വലതും ഇടതും പടത്തിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ നിന്നിട്ട് ഉള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡാണ്. ഓപ്പോസിറ്റിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡായിരിക്കും ഇവിടെ ലെഫ്റ്റ് ആയിട്ടിരിക്കുക. പടത്തിലെ ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? നമ്മൾ ഇതേപോലെ നിന്നിട്ട് ഉള്ള റൈറ്റും ലെഫ്റ്റും. അപ്പം മാർക്കിങ്ങിലും ഇമ്പോർട്ടൻസ് ഉണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് വലതുവശത്തെ റൈറ്റ് ലെങ്സിൽ എത്ര ചേമ്പർ എടുത്താൽ 1, 2, 3 ഇങ്ങനെ 3 ലോബായിട്ടാണ് റൈറ്റ് ഭാഗത്തെ വലത് ഭാഗത്തെ ശ്വാസകോശം കാണുന്നത്. ഇടത് ഭാഗത്തെ ലെഫ്റ്റ് ലെങ്സിന് 2 ചേമ്പറേ ഉള്ളൂ. ലെഫ്റ്റ് ലെങ്സിന് 2 ചേമ്പർ, ഓൺലി 2 ലോബ്സേ ഉള്ളൂ. ഇനി ലങ്സിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, ലങ്സിനെ നമ്മൾ എല്ലാ ഇൻറ്റേർണൽ ഓർഗനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെ 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 ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു മെംബ്രെയിൻസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, ഒരു നേർത്ത പാട പോലുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ ഫ്ലൂയിഡ് ഉണ്ടാവും, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഓരോ ഇൻറ്റേർണൽ ഓർഗനെയും ഫ്ലൂയിഡ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഇൻറ്റേർണൽ ഓർഗൻ എടുത്ത് നോക്കിയാലും, ഹാർട്ട് എടുത്താലും എല്ലാം അത് കിടക്കുന്നത് ഒരു ഫ്ലൂയിഡിനകത്തുള്ള. അതെന്തിനാണെന്ന് പറയാം. പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എല്ല് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു കവചം, പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ലെങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലെങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു നേർത്ത പാട പോലെ ഒരു മെമ്പറൈൻ ഉണ്ട്, ഒരു ആവരണമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അതിന് നമ്മൾ പറയുന്നു പ്ലൂറ എന്ന് പറയുന്നു. പ്ലൂറൽ മെമ്പറൈൻ, പ്ലൂറ. 2 പാട പോലെ, 2 സ്ഥലം, 2 മെമ്പറൈനാണ് ഇങ്ങനെ ചുറ്റപ്പെട്ടുള്ളത്. അതിൽ ഏറ്റവും പുറമേയുള്ള പ്ലൂറൽ മെമ്പറൈനെ ഔട്ടർ പാരേറ്റൽ പ്ലൂറ എന്നും, അകത്തുള്ള പ്ലൂറൽ മെമ്പറൈനെ ഇന്നർ വിസേറൽ പ്ലൂറ എന്നും പറയുന്നു. ആ 2 പ്ലൂറൽ മെമ്പറൈൻ സ്ഥലത്തിന് ഇടയിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇന്റേണൽ ഓർഗനും ബാത്ത് ചെയ്ത് കിടക്കുന്നത് ഫ്ലൂയിഡിനുള്ളിലാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താ പറയുക? പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പോൾ പൾമണറി എന്ന് കേട്ടാൽ ലെങ്സ് എന്ന് ഓർമ്മ വരണം, പ്ലൂറ മെമ്പറൈൻ എന്ന് കേട്ടാൽ പ്ലൂറ. പൾമണറി എന്ന് കേട്ടാലും എന്തെന്ന് ഓർമ്മ വരണം? ഓക്കെ, പൾമണറി എന്ന് കേട്ടാലും
ലങ്സ് എന്ന് ഓർമ്മ വരണം. പ്ലൂറ മെമ്പറൈൻ എന്ന് കേട്ടാലും ലങ്സ് എന്ന് ഓർമ്മ വരണം അല്ലേ, പ്ലൂറൽ മെമ്പറൈൻ. ആ ഇൻ ബിറ്റ്വീൻ രണ്ട് ആ പ്ലൂറൽ ഔട്ടർ പ്ലൂറയ്ക്കും ഇന്നർ വിസേറൽ പ്ലൂറയ്ക്കും ഇടയിലുള്ള ഫ്ലൂയിഡ് എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് അതിൻ്റെ ഫങ്ഷൻ ലൂബ്രിക്കേഷൻ ആൻഡ് പ്രിവെൻറ്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മെമ്പറൈൻ. എപ്പോഴും ഒരു ഫ്ലൂയിഡിൽ ബാത്ത് ചെയ്ത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആന്തരിക അവയവങ്ങൾ കിടക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നൊരു വീഴ്ച, ഒരു ആഘാതം, മെക്കാനിക്കൽ ഷോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇടി ഇപ്പോഴും ഈ ഇടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിങ്ങിനല്ല, നമ്മളിപ്പോൾ ഒന്ന് വീഴുന്നു, അപ്പോൾ ആ ഒരു കുലുക്കമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മെക്കാനിക്കൽ ഷോക്ക് അത് ഡയറക്റ്റ് നമ്മുടെ എന്തിലേക്ക് വരാൻ പാടില്ല? ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ആ മാംസപേശിയിൽ വന്ന് പതിക്കാൻ പാടില്ല, അതിൻ്റെ ഒരു ശക്തി, ഫോഴ്സ്. അപ്പോൾ അത് ഒഴിവാക്കാൻ അതെപ്പോഴും ഒരു വെള്ളം പോലെ എന്തെങ്കിലും ഒരു ദ്രാവകത്തിൽ, ഒരു ലിക്വിഡിനകത്തായിരിക്കും ഇമേഴ്സ് ചെയ്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഘാതം വന്നാൽ വെള്ളത്തിൽ നമ്മൾ കല്ലെടുത്ത് എറിയുമ്പോൾ റിപ്പിൾസ് വരത്തില്ലേ, ഓളങ്ങൾ വരത്തില്ലേ, അതേപോലെ ആ ഒരു ഫോഴ്സിൻ്റെ ആ ഒരു ഇത് എന്ത് ചെയ്യും? ഓളത്തിൽ തട്ടി തട്ടി അതിൻ്റെ ആ ഒരു ആഘാതത്തിൻ്റെ തോത്, ഇൻറ്റൻസിറ്റി കുറയും. അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് മിക്ക ഈ ഫ്ലൂയിഡിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇനിയുണ്ട് മെക്കാനിസം. അപ്പം ലങ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് മെമ്പറൈൻ, പേര് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലൂറ, ചിലപ്പം ചോദിക്കും. ദെൻ അതിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ് എന്താ? പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പം നോക്കിയേ, ലങ്സ് എന്ന് പറയുമ്പോൾ ലങ്സിനുള്ളിലേക്ക് എങ്ങനെയാണ്? ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞല്ലേ, ബ്രോങ്കിയൽ ട്യൂബ് 2 ലങ്സിനുള്ളിൽ. റൈറ്റ് ലങ്സിന് 3 ലോബാണ് ഉള്ളത്, ലെഫ്റ്റ് ലങ്സിൽ 2 ലോബ് അല്ലേ. അതിനുള്ളിലേക്ക് ബ്രോങ്കിയായിട്ട് കയറി ബ്രോങ്ക്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തു. ദെൻ എൻ്റെ വിത്ത് ആൽവിയോളർ സാക്ക്, ഇങ്ങനെ മുന്തിരിക്കൊല പോലുള്ള ആൽവിയോളർ സാക്കിലോട്ട് എൻ്റർ ചെയ്തു. ഈ ആൽവിയോളയും ഡെക്റ്റും, ആൽവിയോളയും ഓരോ ആൽവിയോളയിലേക്ക് പോകുന്ന ആ ട്യൂബ്, ഡെക്റ്റ് എന്ന് പറഞ്ഞ ട്യൂബ്, ഡെക്റ്റ് അല്ലെങ്കിൽ ട്യൂബ്, അതിനെ നമ്മൾ പറയാം റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് റെസ്പിറേഷൻ. ഞാൻ പറഞ്ഞു സൈറ്റ് ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസ്പിറേഷൻ, സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആൽവിയോളയും ആൽവിയോളയുടെ ട്യൂബുമാണ്. അപ്പോൾ ആൽവിയോള ഒരു സെക്ഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൽവിയോള മതി. ആ ട്യൂബിൻ്റെ അവിടെയും എന്ത് ചെയ്യും? അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. നമ്മൾ ഇൻഹേൽ ചെയ്തെടുത്ത എയറിൽ ഓക്സിജനെ വേർതിരിച്ചെടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് മിക്സപ്പ് ആവും. അങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? ഈ ആൽവിയോളർ സാക്കിനുള്ളിലാണ്. അപ്പം അതേപോലെ ചോദിക്കാം, ഡാഷ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ. ഡാഷ് എന്ന് ചോദിക്കത്തില്ല, സ്ട്രക്ചറൽ നെയിം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ലങ്സിൻ്റെ ഫങ്ഷണൽ യൂണിറ്റിനെ എന്ത് വിളിക്കുന്നു? ആൽവിയോള. ആൽവിയോളകൾ ഇല്ലെങ്കിൽ ലങ്സിന് ഫങ്ഷനിങ്ങേ ഇല്ല. അപ്പോൾ ആൽവിയോളയ്ക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു, അപ്പോൾ അവിടെ ലങ്സിൻ്റെ ഫങ്ഷനിങ് അവിടെ സ്റ്റോപ്പ് ആവുക. അതാണ് ഈ സ്മോക്കിംഗ് വരുന്ന സമയത്ത്, ടൊബാക്കോ സ്മോക്കിംഗ് വരുന്ന സമയത്ത് അത് ശ്വാസകോശത്തിന്, നമ്മൾ സിനിമയിലുടെയൊക്കെ എൻട്രിയിൽ പറയത്തില്ലേ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ ടൊബാക്കോ സ്മോക്കിംഗ്? നമുക്ക് ലാസ്റ്റ് ഉണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലം വരുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഈ ഇൻഹേൽ ചെയ്ത സമയത്ത് ടൊബാക്കോയുടെ പാർട്ടിക്കിൾസ്, ഈ പുകയിലയുടെയൊക്കെ പാർട്ടിക്കിൾസ് ഇൻഹേൽ ചെയ്തിട്ട് അത് എവിടെ അടിയും? ഈ ബലൂൺ പോലെ ഇരിക്കുന്ന കുഞ്ഞു ബലൂൺ പോലെ, ഈ മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന ആൽവിയോളയ്ക്കുള്ളിൽ ഡെപ്പോസിറ്റ് അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് ഈ എയർ കയറുമ്പോൾ ആൽവിയോള വികസിക്കണം, എയർ എക്സൈൽ ചെയ്ത് പോകുമ്പോൾ ആൽവിയോള ഒന്ന് ചുരുങ്ങണം. ആ ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, ആ വികസിക്കലും ചുരുങ്ങലും ആ ഒരു നോർമൽ പ്രോസസ്സിന് ഇതങ്ങ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. കാര്യം ഈ പറഞ്ഞ ടൊബാക്കോ പാർട്ടിക്കിൾസ് എല്ലാം ഈ ആൽവിയോളയ്ക്കകത്ത് ഇങ്ങനെ അടിഞ്ഞോടി ആൽവിയോള എന്തായാലും തുടങ്ങും, ഡാമേജായി, ബ്രേക്കായി, പൊട്ടി പോകും. അങ്ങനെ വരുമ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച്, നമുക്കറിയാം ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിലാണ്, ഓരോ ആൽവിയോളയ്ക്ക് ഉള്ളിലുമാണ്. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്ന അത്രയും സർഫസ് ഏരിയ അല്ലേ അവിടെ കുറയുന്നത്. അങ്ങനെ വരുമ്പോൾ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അൾട്ടിമേറ്റ് ആയിട്ട്. അത് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിൽ നോക്കാം.